ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. SPYSS ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി NYC മലയാളം ഓൺലൈനായി എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത പഠനം ഇന്ന് 166 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ പഠിതാക്കളെയും യോഗബന്ധുക്കളെയും ശ്രോതാക്കളെയും ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗത്തിലെ 37 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായി ധ്യാന ശ്ലോകമാണ്. ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി സുനൈനക്കെ ഭക്തിപൂർവം സ്വാഗതം ചെയ്യുന്നു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ ഏപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലം പ്രധ്വംസിനേ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദം മാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യന്ത്യം ന വിദുസുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 31 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് റിവിഷൻ ആണ്. 31, 32, 33 ശ്ലോകങ്ങൾ ചൊല്ലുന്നതിനായി പങ്കജാക്ഷൻ അണ്ണനെയും 34, 35, 36 ശ്ലോകങ്ങൾ ചൊല്ലുന്നതിനായി രാജമക്കയെയും ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അണ്ണ, ഹരിയോം അക്ക. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗം. ശ്ലോകം 31. യയാ ധർമ്മമധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസി. അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃതാ
സർവാർത്ഥാൻ വിപരീതാം ച ബുദ്ധി സാ പാർത്ഥ താമസി ധൃത്യായയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേന വ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വകീ. ഹരി ഓം. 34-ാമത്തെ ശ്ലോകം. യയാ തു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസി യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദം ഏവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതി സാ പാർത്ഥ താമസി സുഖം തോ ഇദാനി ത്രിവിധം ശൃണു മേ പരദർശഭ അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഹരി ഓം. 37 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസ് ചെയ്യുന്നത് രമാക്കയാണ്. 37 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റേഷൻ ചാൻഡിങ് ചെയ്യുന്നത് ലതാമോഹൻ അക്കയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് പ്രീജിത അക്കയുമാണ്. 3 പേരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം രമാക്ക. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവദ്ഗീത അഥ അഷ്ടാദശോऽധ്യായഃ. മോക്ഷസന്യാസയോഗഃ. 37 മുതൽ നമുക്ക് പാരായണം ചെയ്യാം. ശ്ലോകം 37. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തൽസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തൽസുഖം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തൽസുഖം സാത്വികം പ്രോക്തമാത്മബുദ്ധി പ്രസാദജം യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തൽസുഖം സാത്വികം പ്രോക്തം പ്രസാദജം. അടുത്തതായി നമുക്ക് 38-ാമത്തെ ശ്ലോകം നോക്കാം. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തൽസുഖം രാജസംസ്മൃതം വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തൽസുഖം രാജസംസ്മൃതം വിഷയേന്ദ്രിയ സംയോഗാത്
യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തൽസുഖം രാജസംസ്മൃതം. विषयेन्द्रियसंयोगात् यत्तदग्रे मृतोपमं परिणामे विषमिव तत्സുഖം രാജസംസ്മൃതം. അടുത്തതായി ശ്ലോകം 39. യദഗ്രേ ചാനുബന്ധേ ച യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ സുഖം മോഹനം ആത്മനഃ നിദ്രാലസ്യ പ്രമോദോത്തം നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. തത്താമസമുദാഹൃതം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത് താമസമുദാഹൃതം. നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം. സ്വാത്വികം പ്രോക്തമാത്മ ബുദ്ധി പ്രസാദജം എന്നാണ് പറയുന്നത്. ആത്മബുദ്ധികളുടെ പ്രസന്നതയിൽ നിന്നുണ്ടായ ആ സുഖം, ഇത് സ്വാത്വികമായ സുഖം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആത്മസാക്ഷാത്കാരമാണത്. ഇവിടെ പറയുകയാണ് അഗ്രേ വിഷതുല്യം. എന്നാൽ ഇത് ആദ്യം വിഷം പോലെ തോന്നിക്കും ഈ സുഖം. പരിണാമേ അമൃതോപമം, അന്ത്യത്തിൽ അവസാനം ഇത് അമൃത തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിനുള്ള യത്നത്തിൽ അവിടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ ആത്മാവിനെയും, മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ആത്മാവിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, മനസ്സിനെ ഒരു ആത്മാവിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുകയും വേണം. അതിന് പല നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ടാകും. ആ നിബന്ധനകളെല്ലാം വളരെ ചിട്ടമുള്ളതായിരിക്കും, തർക്കമായിരിക്കും. അപ്പോൾ അത് ആദ്യം നമുക്ക് വിഷമുള്ളതായിട്ട് തോന്നും. അത് വിഷം പോലെ കൈപ്പേറിയതായിട്ട് തോന്നുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ വേണ്ട പോലെ അനുഷ്ഠിച്ചാല് നമുക്കത് അമൃതത്തിന് തുല്യമാകും. അവസാനം നല്ല രീതിയിൽ അനുഷ്ഠിച്ചു പോയാൽ അവസാനം അത് അമൃത തുല്യമായി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ ആരംഭത്തില് പല ചിന്തകളും പല ആഗ്രഹങ്ങളും മനസ്സിൽ വരും. അപ്പോൾ ആ ചിന്തകൾ ശരിയാണോ അല്ലെ ആഗ്രഹിച്ചു ശരിയാണോ എന്നുള്ള പല കൺഫ്യൂഷനും ഉണ്ടാകും നമ്മുടെ മനസ്സിലേക്ക്. അപ്പോൾ ഭഗവാൻ ആദ്യം നമ്മൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അല്ലെ. ആ പരീക്ഷണ ഘട്ടം അതിന് നമ്മൾ തരണം ചെയ്ത് സമബുദ്ധിയോടെ മുന്നോട്ട് പോകണം അല്ലെ. അപ്പോൾ ചിലപ്പോൾ തോന്നും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഇത് വേണ്ട, അവിടെ നിർത്തിയിട്ട് മാറിക്കളയാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുചേലന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കുചേലൻ അല്ലെ കുശനും സഹപാഠികളായിരുന്നു. അപ്പോൾ ദരിദ്രന്മാരിൽ ദരിദ്രനായിരുന്നു കുചേലൻ അല്ലെ. ആ ഭഗവാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുചേലന് അല്ലെ. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. എത്ര ദുഃഖങ്ങളും കിട്ടിയപ്പോഴും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ആ സാധനയുടെ മൂർച്ച കൂടിയതേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നിരന്തരമായ നാമജപത്തിലൂടെയും ദൈവികമായ കാര്യങ്ങളിലൂടെയും ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അദ്ദേഹം മറന്നു അല്ലെ. പട്ടിണി കിടക്കുമ്പോഴും നാമജപങ്ങൾ കൂടി വന്നു. പരീക്ഷിക്കുകയാണ് ഭഗവാൻ അവിടെ ചെയ്തതല്ലേ. ആ പഠനത്തിന് ശേഷം
അവർ തമ്മിൽ തീരെ കണ്ടതേ ഇല്ല. പക്ഷേ കൃഷ്ണനെ അറിയാം, അല്ലെ, കുചേലന്റെ കഷ്ടപ്പാടുകളൊക്കെ കൃഷ്ണനെ അറിയാം. കൃഷ്ണൻ അത് അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദുരിതങ്ങളും അദ്ദേഹത്തെ സഹായിക്കാൻ പോയില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ കുചേലന് കൃഷ്ണൻ ദ്വാരകയിലെ രാജാവാണെന്ന് അറിയാം, അല്ലേ? പക്ഷെ വേറെ വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഒരു രാജാവിനും, സാധാരണ ഒരു രാജാവ് മാത്രമല്ല, അല്ലെ, അദ്ദേഹം ആത്മസ്വരൂപനാണ്, പരബ്രഹ്മമാണ് എന്നും കുചേലന് അറിയാം. അവസാനം, അല്ലെ, കൃഷ്ണനെ കാണാൻ വേണ്ടി കുചേലൻ പുറപ്പെടുകയാണ്, ഭാര്യ കൊടുത്ത അവൽപ്പൊതിയുമായിട്ടല്ല. അപ്പോൾ ആ ഒരു അദ്ദേഹം, ഭഗവാൻ തന്നെയാണ് കുചേലനെ തന്നിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെ. ആ കഷ്ടതകളിൽ നിന്ന് ഒരുപാട് കൊടുത്തിട്ടും അതിൽ നിന്നല്ല അദ്ദേഹം മനസ്സിനെ തരണം ചെയ്തുകൊണ്ട് ആ ഭഗവത് സന്നിധിയിലെത്തുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ആ അമൃത പീയൂഷം നുണയാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യം അത് വിഷമുള്ളതായിരിക്കും, അപ്പോൾ ക്രമേണ അത് നമുക്ക് ആനന്ദം, അമൃതം നൽകുമെന്നാണ് പറയുന്നത്. അടുത്തത് 38ാമത്തെ ശ്ലോകം. വിഷയേന്ദ്രിയ സംയോഗാത്, വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സംയോഗം കൊണ്ടുണ്ടാകുന്ന സുഖം, അതായത് രാജസമായ ഒരു സുഖം, അത് തുടക്കത്തിൽ അമൃത തുല്യമായിരിക്കും, അവസാനം വിഷമമാണ്. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ അമൃത തുല്യം, അല്ലെ, ആനന്ദ സുഖം നൽകും. നമുക്ക് പലപ്പോഴും നല്ല നല്ല സുഖങ്ങൾ അതിൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീടാണ് അറിയുന്നത് ഇത് വളരെ കഷ്ടപ്പാടാണ്, ഇത് ദുരിതമാണ്, വിഷമാണ് എന്ന് പിന്നീട് അവസാനമായിരിക്കും അത് അറിയുക. ഒരു യുവതിയും യുവാവും തമ്മിൽ കാണാനിടയായി. അവര് അങ്ങനെ ദിവസം കണ്ടപ്പോൾ പിറ്റേ ദിവസം കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടത് ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, വിവാഹം നടന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ്, അല്ലെ, ജീവിതം ആരംഭിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അല്ലെ, വിവാഹം എന്ന് പറയുന്നത്, അല്ലെ, വെറും ശാരീരിക ബന്ധം മാത്രമല്ല, വ്യത്യസ്തമായ രണ്ട് വ്യക്തികളുടെ മനസ്സിന്റെ ഒരു സങ്കലനം കൂടിയാണത് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തികളുടെ ആ മനസ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ചില വിഷമങ്ങൾ ഉണ്ടാകും, അല്ലെ. ശരീര ബന്ധത്തിൽ മാത്രം, അത് ഇന്ദ്രിയ സുഖത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അല്ലെ. ആദ്യം അത് നല്ല ആ ഇന്ദ്രിയ സുഖം തന്നെങ്കിലും പിന്നീട് ജീവിച്ചു പോകുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്, അല്ലെ. അപ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടു നോക്കി ഇരുന്നാൽ പോരാ, അല്ലെ. പല പ്രാരാബ്ദങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അവിടെ വരും, അല്ലെ. ജോലിയുടെ പ്രശ്നം, പണത്തിന്റെ പ്രശ്നം. അപ്പോൾ നീ ജോലിക്ക് പോ, ഞാൻ പോ എന്നുള്ളതായി, അല്ലെ, നിന്റെ വീട്ടിൽ പോയിട്ട് നിൽക്ക്, അല്ലെ, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത് വിവാഹമോചനത്തിലേക്ക് കലാശിക്കും, അല്ലെ. അപ്പോൾ അവിടെ വിഷമായി മാറി. അതുപോലെ തന്നെ പ്രായമായ അച്ഛനമ്മമാര്, അല്ലെ, അവർ മക്കൾ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവരെ ഒറ്റക്കാക്കി വിട്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനും പ്രയാസമായി മാറും. അപ്പോൾ ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമ്പോൾ ഇവർ ആദ്യം പോവുകയില്ല, അല്ലെ. കുറെ നിർബന്ധിച്ച്, അല്ലെ, ആ സുഖത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഇഷ്ടമുണ്ടാകും. അവിടെ പോയി നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അല്ലെ, നമ്മുടെ നാടിന്റെ ആ മനോഹാരിത അവർക്ക് നഷ്ടപ്പെടും. പലതും അവർ മിസ് ചെയ്യപ്പെടും അവിടെ, അല്ലെ. ഇവിടുത്തെ അമ്പലവും കാവുകളും ഉത്സവങ്ങളും പുഴയും എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അല്ലെ, ഈ സുഖം താൽക്കാലികമാണ്, അല്ലെ. ഇത് ആദ്യം സുഖം തന്നെങ്കിലും ഇപ്പോഴും അവർക്ക് വിഷമമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവർ, അവർക്ക് ആദ്യം പരമാനന്ദമായ ഒരു സുഖം നൽകും ലഹരിയും മദ്യപാനവും ഒക്കെ. പിന്നീട് അത് ജീവിതം തന്നെ മരണത്തിലേക്ക് പോകുമ്പോഴാണ് അത് വിഷമമായ, അവർക്ക് വളരെ പ്രയാസകരമായിട്ട് തോന്നുന്നത്. 39ാമത്തിൽ പറഞ്ഞത് താമസ ഗുണത്തിന്റെ കാര്യങ്ങളെയാണ്, താമസ സ്വഭാവികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിദ്ര, ആലസ്യം എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഒരു സുഖം, അല്ലെ, അതിൽ സുഖം കാണുന്നവർ, അവർ തീർച്ചയായും, അല്ലെ, അവർക്ക് എപ്പോഴും ഒരു സുഖമില്ല, അല്ലെ. ആദ്യം ആ നിദ്രയിൽ സുഖം കണ്ടെത്തും, ആലസ്യത്തിൽ സുഖം കണ്ടെത്തുന്നവർക്ക് ഒരു സുഖം എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഒരിക്കലും കിട്ടുകയില്ല. എപ്പോഴും അവർക്ക് ദുഃഖം തന്നെയായിരിക്കും. ആദ്യവും സുഖമില്ല, അവസാനവും സുഖമില്ല, ഒന്നും സുഖമില്ല. അപ്പോൾ അവര് എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു നിശ്ചയമില്ല, അറിയില്ല. പലപ്പോഴും പല തെറ്റുകളിലേക്കും അവർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്ന ഗുണങ്ങളെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. ഇവിടെ പറയുന്ന ഈ ഗുണങ്ങൾ, സത്യ ഗുണമായാലും തമോ ഗുണമായാലും അതുപോലെ തന്നെ രാജസ ഗുണമായാലും, ഈ 3 ഗുണങ്ങളെയും ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ഗുണത്തെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ഗുണത്തെ മറ്റൊരു ഗുണം കൊണ്ട് മാറ്റിയെടുക്കും, അല്ലെ, പരിവർത്തനത്തിലൂടെ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഒരു എനർജിയെ നശിപ്പിക്കാനും ഉണ്ടാക്കുവാനും സാധ്യമല്ല. അപ്പോൾ ഒരു എനർജിയെ മറ്റൊരു എനർജിയാക്കി മാറ്റുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്.
ഒരു ഗുണത്തെ മറ്റൊരു ഗുണമാക്കി മാറ്റിയെടുക്കുക. അതിനാണ് നമുക്ക് ക്ഷേത്രങ്ങളുടെ ആവശ്യം അല്ലെ. ഒരു സ്പിരിച്വൽ ലാബാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗുണത്തെ മറ്റൊരു ഗുണമാക്കി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഓരോ ക്ഷേത്രങ്ങളും ചെയ്യുന്നത്. അവിടെ അതിന് സാധിക്കും. അപ്പൊ തമോ ഗുണമുള്ള ഒരാള് അല്ലെ, അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുക. അദ്ദേഹം പോകാൻ ഇഷ്ടപ്പെടുകയില്ല, അദ്ദേഹം മടി കാണിക്കും അല്ലെ. അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തിക്കുക എങ്ങനെയെങ്കിലും. അപ്പോൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പറയുക. അവിടെയും അദ്ദേഹം മടി കാണിക്കും. പക്ഷെ ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, ആ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ ചെറിയൊരു മാറ്റം അദ്ദേഹത്തിന് വന്നു തുടങ്ങും. അപ്പൊ ആ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അല്ലെ, അതൊരു രാജസമായ ഗുണമായി അത് മാറും. പിന്നീട് ആ പ്രദക്ഷിണത്തിന് ശേഷം നാമജപം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടിരുത്തിക്കൊണ്ട് കുറച്ച് സമയം ജപിക്കാൻ പറഞ്ഞാൽ ആ രാജസുഖം സാത്വിക സുഖമായി മാറുകയാണെന്ന് പറഞ്ഞത്. അപ്പൊ തമോ ഗുണത്തിൽ നിന്ന് രാജസ ഗുണത്തിലേക്ക് സാത്വിക ഗുണത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ്, പരിശീലനം കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകാഗ്രതയോടെ അല്ലെ എന്ന് കഴിഞ്ഞാൽ പരിശീലനത്തിലൂടെ പരിശ്രമത്തിലൂടെ ഒരു സാത്വിക ഗുണമുള്ള ഒരാളായി മാറി അറിയൊക്കെ എല്ലാവർക്കും കഴിയും. അതിനുള്ള കഴിവ് എല്ലാവരുടെയും മനസ്സിലും എല്ലാവരുടെയും ഉള്ളിലും ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ വളർത്തിയെടുക്കുകയാണ്, കഴിവിനെ ഉള്ളവരാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അല്ലെ. ഇന്ന് എല്ലാവർക്കും എവിടെ ആവശ്യം കഴിവുകളാണ് അല്ലെ. കഴിവുള്ളവരെ എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അല്ലെ. മാർക്കിന് ഇപ്പോൾ വലിയ കാര്യമില്ലാതായി അല്ലെ. മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും 100 മാർക്കാണ് അല്ലെ, A+. മുമ്പൊക്കെ A+ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നവരോട് അല്ലെ. ഇപ്പോൾ A+ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഇത് തോന്നാറില്ല അല്ലെ. അതെല്ലാവർക്കും കിട്ടുന്നതാണ്, ഇതിന് വിലയില്ലാതായി. അപ്പൊ നമുക്ക് വേണ്ടത് എപ്പോഴും കഴിവുകളാണ്. ആ കഴിവുകളിൽ നിന്ന് അല്ലെ, സ്വന്തം പ്രയത്നത്തിലൂടെ കഴിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയും നമ്മൾ അംഗീകരിക്കപ്പെടും, ആദരിക്കപ്പെടും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പരിശീലനത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും ഉണ്ടാകേണ്ട മാറ്റം എന്നാണ് പറയുന്നത്. അപ്പൊ സുഖം നമ്മൾ കിട്ടുമ്പോൾ അതിന് നമ്മൾ അടിമകളായി തീരും. അടിമകളായി തീരാതിരിക്കാൻ നോക്കുക അല്ലെ. സുഖം ഉണ്ടാകുമ്പോൾ സുഖത്തിൽ അടിമപ്പെടാതെ അല്ലെ, ആ ദുഃഖങ്ങളെ നേരിടാനുള്ള ഒരു മനോധൈര്യം ആ സുഖത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. നാളെ ഒരു ദുഃഖം എന്നൊരു അവസ്ഥ വരുമ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്യുന്നു എന്ന ചിന്തയോടുകൂടി ആ സുഖങ്ങളെ നമ്മൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഒരു ചൊല്ലുണ്ടല്ലേ, സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തരുന്നു. അപ്പോൾ ഉറുമ്പിനെ നമുക്കറിയാമല്ലോ, ഉറുമ്പ് ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ വേനൽക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാം അല്ലെ, വരിയായി. എന്നിട്ട് അരിമണികളും പരിപ്പും കടയും ഒക്കെ അത് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? അതിനറിയാം ഒരു മഴക്കാലം, ഒരു വർഷകാലത്തിന്റെ വരവുണ്ട് അല്ലെ, ആ സമയത്തൊന്നും തിന്നാനുണ്ടാവുകയില്ല. അപ്പോൾ ഇന്ന് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് അല്ലെ, ഇന്ന് സുഖമുണ്ട്, ഇന്നെല്ലാം കിട്ടുന്നുണ്ട്, എവിടെയും പോകാം വേനൽക്കാലത്ത്. അപ്പോൾ ഇന്നത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഇന്ന് മടി കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഈ സുഖം നമുക്ക് ഉണ്ടാകുകയില്ല അല്ലെ. മഴക്കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാതാകും, അപ്പോൾ പട്ടിണി കിടക്കും. അപ്പോൾ ആ ഒരു സുഖമുള്ള സമയത്ത് അധ്വാനിക്കുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ ആ സുഖത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പ്രയത്നം കൊണ്ട് ഏത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. കഴിവുകളെ വളർത്തിയെടുക്കുക, ശ്രമിക്കുക എന്നാണ് ഭഗവാൻ നമുക്ക് ഈ 3 ഗുണങ്ങളിലൂടെയും മനസ്സിലാക്കി തരുന്നത്. ഹരിയോം. ഹരിയോം അക്ക. 40 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റേഷൻ ചാൻറ്റിങ് ചെയ്യുന്നത് ഹരിദാസ് അണ്ണനും എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് രാധാമണി അക്കയുമാണ്. ഇരുവരെയും ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം. അടുത്തതായി നമുക്ക് 40ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ന തദസ്തി പൃഥിവ്യാം വാ പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈഃ യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈഃ ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈഃ സത്വം പ്രകൃതിജൈർമുക്തം
यदेऽपि स्यात् त्रिभिर्गुणैः न तदस्ति पृथिव्यां वा दिवि देवेषु वा पुनः सत्त्वं प्रकृतिजैर्मुक्तं यदेभिः स्यात् त्रिभिर्गुणैः न तदस्ति पृथिव्यां वा दिवि देवेषु वा पुनः सत्त्वं प्रकृतिजैर्मुक्तं यदेऽपि स्यात् त्रिभिर्गुणैः അടുത്തതായി ശ്ലോകം 41 നോക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ब्राह्मणक्षत्रियविशां ശൂദ്രാണാം ച പരന്തപ शूद्राणां च परन्तप കർമാണി പ്രവിഭക്താനി कर्माणि प्रविभक्तानि സ്വഭാവപ്രഭവൈർഗുണൈഃ स्वभावप्रभवैर्गुणैः ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ ब्राह्मणाक्षत्रियविशां शूद्राणां च परन्तप കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ कर्माणि प्रविभक्तानि स्वभावप्रभवैर्गुणैः ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ ब्राह्मणक्षत्रियविशां शूद्राणां च परन्तप कर्माणि प्रविभक्तानि स्वभावप्रभवैर्गुणैः അടുത്തതായി ശ്ലോകം 42. ശമോദമസ്തപ ശൗചം शमोदमस्तपः शौचं ക്ഷാന്തിരാർജവമേവ ച क्षान्तिरार्जवमेव च ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ज्ञानं विज्ञानमास्तिक्यं ബ്രഹ്മകർമ്മ സ്വഭാവജം ब्रह्मकर्मस्वभावजम् ശമോദമസ്തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച शमोदमस्तपशौचं शान्तिरार्जवमेव च ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ज्ञानं विज्ञानमास्तिक्यं ब्रह्मकर्मस्वभावजम् ശമോദമസ്തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം शमोदमस्तपः शौचं शान्तिरार्जवमेव च ज्ञानं विज्ञानमास्तिक्यं ब्रह्मकर्मस्वभावजम् അടുത്തതായി വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാം ഭഗവത്ഗീതയുടെ 18-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് ഒരുമ്പെട്ട് നിൽക്കവേ വില്ലാളി വീരനായ അർജുനൻ തൻ്റെ കർത്തവ്യമായ യുദ്ധത്തിൽ നിന്ന് പിന്മാറി താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന തീരുമാനവുമായി തേർത്തട്ടിൽ തളർന്നിരുന്നു. എതിർപക്ഷത്തുള്ള സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും വധിക്കുന്നതിനുള്ള മാനസികാവസ്ഥ അർജുനന് ഇല്ലാതെ പോയി. കഴിഞ്ഞ 17 അധ്യായങ്ങളിലൂടെ യുദ്ധം ചെയ്യുന്നതിന്
അർജുനനെ മാനസികമായി പാകപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. മോക്ഷസന്യാസ യോഗമെന്ന 18-ാം പടിയിൽ നിന്നുകൊണ്ട് ഇതുവരെ കൊടുത്ത ഉപദേശങ്ങളെല്ലാം ഒന്നുകൂടി രൂഢമൂലമാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇവിടെ മോക്ഷമെന്നാൽ താനും ഭഗവാനും ഒന്നാണെന്ന ബോധമാണ്. സന്യാസമെന്നാലോ വീടിനെയും സ്വന്തക്കാരെയും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതല്ല സന്യാസം. കർമ്മഫലം നൽകുന്ന എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അപ്പോൾ അർജുനൻ ചോദിക്കുന്നു, ത്യാഗമെന്ന് എന്നതും ഒരു തരത്തിൽ ഉപേക്ഷിക്കലല്ലേ? എന്നാൽ ഭഗവാൻ പറയുന്നത് ത്യാഗമെന്നത് കർമ്മങ്ങളെ ഉപേക്ഷിക്കലല്ല, കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ കർമ്മത്തെക്കുറിച്ച് 40-46 വരെയുള്ള ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതിൽ 40, 41, 42 ശ്ലോകങ്ങളാണ് ഞാനിന്നിവിടെ വിശദീകരിക്കുന്നത്. 40-ാം ശ്ലോകം നോക്കാം, വായിക്കാം. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭിസ്യാത് ത്രിഭിർഗുണൈ. ഒന്നുകൂടെ വായിക്കാം. യതദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭിസ്യാത് ത്രിഭിർഗുണൈ. അർത്ഥത്തിലൂടെ നമുക്ക് നോക്കാം വാക്കുകളുടെ അർത്ഥം. ഏഭി പ്രകൃതിജൈ, ഈ പ്രകൃതി സംഭവങ്ങളായ ത്രിഭിർഗുണൈ, 3 ഗുണങ്ങളോട് അഥവാ 3 ഗുണങ്ങളിൽ നിന്ന്, മുക്തം മുക്തമായി അഥവാ വേർപെട്ട്, യത് സത്വം യാതൊരു ജീവി, സ്യാത് ഉണ്ടായിരിക്കുമോ, തത് അങ്ങനെയുള്ള ജീവി, പൃഥിവ്യാം വാ പൃഥ്വിയിലോ, പുന കൂടാതെ, ദിവി സ്വർഗലോകത്തിലോ, ദേവേഷു വാ ദേവന്മാരിലോ ന അസ്തി ഇല്ല. അതായത് പ്രകൃതിജങ്ങളായ രാജസം, താമസം, സാത്വികം എന്നീ ഗുണങ്ങളിൽ നിന്ന് മുക്തമായിട്ട് ഒരു ജീവിയും ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിലോ ദേവന്മാരിലോ ഉണ്ടായിരിക്കുന്നതല്ല. ത്രിഗുണങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി ദേവി ഭാഗവതത്തിലെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കാം. പദ്യങ്ങളാണ്, പതുക്കെ വായിക്കാം. കനമറ്റുള്ള അംഗജാലം കൺതൊട്ടുള്ളിന്ദ്രിയങ്ങളും മനസ്സോ നിർമ്മലം തീരെ വിമുഖം വിഷയങ്ങളിൽ. ശരീരം ഈ മട്ടായെന്നാൽ സത്വോത്കർഷം ഗതിച്ചിടാം. കോട്ടുവായും വൻതടിയും മടിയും കണ്ടുവെങ്കിലോ ഉറപ്പിക്കാം ചഞ്ചലമാം രജസ് ഉത്കടമായതായി. കലഹത്തെ തേടി ഓരോ ദേശം തോറും നടക്കലും തർക്കിക്കുവാൻ വാസനയും സദാ ചഞ്ചലചിത്തവും തമസാണ്ടുള്ളിന്ദ്രിയങ്ങൾ ചീർത്തതാമംഗജാലവും ജ്ഞാനശൂന്യം ഹൃദയവും ഉറക്കില്ലായ്മയും തുലോം തമസേവം മൂടി നിന്നാൽ തമോവൃദ്ധി വിരച്ചിടാം. ഗുണങ്ങൾ തൻ ലക്ഷണങ്ങൾ ഇവയാണെന്നു തീറുക. എന്നാൽ ഈ ഗുണങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് ഉള്ള വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. ഏവം പ്രകൃതി നിർമ്മിച്ചൊരു ഗുണങ്ങൾ അനാരതം വിശ്വോൽക്കാരണമെന്നായി ഞാൻ കേട്ടേൻ സത്യവതീ സുതാ. ഏവം പ്രകൃതി നിർമ്മിച്ചൊരു ഗുണങ്ങൾ അനാരതം വിശ്വകാരണമെന്നായി ഞാൻ കേട്ട
കേട്ടേൻ സത്യവതീ സുതാ. ശ്രീനാരദൻ വേദവ്യാസനോട് പറയുന്നതാണ് സന്ദർഭം. ഇനി ശ്ലോകം 41 വായിക്കാം. ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. എന്നോട് വായിക്കാം. ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. പരന്തപ, ഹേ പരന്തപ, ബ്രാഹ്മണ ക്ഷത്രിയ വിശാം, ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രാണാം ച, ശൂദ്രന്മാരുടെയും കർമാണി, കർമ്മങ്ങൾ സ്വഭാവപ്രഭവൈ, സ്വഭാവപ്രഭവങ്ങളായ ഗുണൈഹി, ഗുണങ്ങൾ കൊണ്ട് പ്രവിഭക്താനി, പ്രവിഭക്തങ്ങളാകുന്നു. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വഭാവ വ്യത്യാസം മനസ്സിലാക്കുന്നതെന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അർജുനനെ പറ്റിയാണല്ലോ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടത്. അർജുനൻ ക്ഷത്രിയനാണ്, രജോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ മറ്റെന്ത് ചെയ്താലും സ്വധർമ്മമാകില്ല, നന്മയ്ക്ക് പകരം വിപരീത ഫലം കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 42-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ശമോദമസ്തവ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമോദമസ്തവ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമ, ചിത്തശാന്തിയും, ദമ, ആത്മസംയമവും, തപ, തപസ്സും, ശൗചം, ശുചിത്വവും, ക്ഷാന്തി, ക്ഷമയും, ആർജവം, ആർജവവും, അതായത് സത്യസന്ധതയും എന്നൊരു അർത്ഥമാണ് ഇതിലുള്ളത്. ജ്ഞാനം, ജ്ഞാനവും അഥവാ ശാസ്ത്രജ്ഞാനവും, വിജ്ഞാനം അഥവാ വിജ്ഞാനവും അഥവാ അനുഭവജ്ഞാനവും, ആസ്തിക്യമേവച, ആസ്തിക്യവും അഥവാ ധാർമ്മികതയും ഭക്തിയും, സ്വഭാവജം, സ്വഭാവജമായ ബ്രഹ്മകർമ്മ, ബ്രാഹ്മണകർമ്മമാകുന്നു. വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബ്രാഹ്മണൻ്റെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ബ്രാഹ്മണനാണോ തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്വഭാവങ്ങൾ ഇല്ലാത്ത ബ്രാഹ്മണന്മാരും ഈ കാലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വഭാവം വെച്ച് ഇപ്പം തിരിച്ചറിയാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് തോന്നുന്നു. അതായത് ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ഇവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തിയുടെ ഗുണവിശേഷങ്ങൾ. നാം ത്രിഗുണങ്ങളെപ്പറ്റിയും ഗുണസംയോജനത്തിലൂടെ വ്യത്യസ്തങ്ങളായ സ്വഭാവവിശേഷങ്ങളെപ്പറ്റിയും ക്രമമായി മനസ്സിലാക്കി വരികയാണ്. ഇനി മുന്നോട്ടുള്ള ശ്ലോകങ്ങളിലും ഇതിൻ്റെ ആവർത്തനമുണ്ടായിരിക്കും. അതുകൊണ്ട് 40, 41, 42 ശ്ലോകങ്ങളുടെ വിശദീകരണം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം പറഞ്ഞ് വിരമിക്കുന്നു. ഹരി ഓം. നമ്മൾ പറഞ്ഞത് ഹരിയോ, നമ്മൾ ഇതിൽ പറഞ്ഞത് ത്രിഗുണങ്ങളെ പറ്റി ഇതുവരെ പ്രതിപാദിച്ചു വന്നു. സത്വ, തമസ്, രജോ ഗുണങ്ങൾ. ഇത് നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരുമില്ല. ഭൂമിയിലോ സ്വർഗത്തിലോ പാതാളത്തിലോ 14 ലോകത്തിലും ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ദൈവതുല്യമായിട്ട് ജനിക്കുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ദേവി ഈ ത്രിഗുണങ്ങൾ തരുന്നു എന്നാണ് പറയുക.
ദേവിയാണ് നമ്മളെ ത്രിഗുണങ്ങൾ തന്ന് ഒരു മനുഷ്യന് വേണ്ട സ്വഭാവങ്ങളാണ് തമസ് രജ. അത് നമ്മളെല്ലാവരിലും ഈ 3 ഗുണങ്ങളുണ്ട്. ചിലരിൽ അത് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അതില് നമ്മൾ പറയുന്നത് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഈ 3 ശ്ലോകം കൂടി ചേർത്ത് ഞാൻ ചുരുക്കി പറയാണേ. ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ, ക്ഷത്രിയർ, അങ്ങനെ 4 വിഭാഗമല്ലേ. അപ്പൊ അതില് ശരിക്കും ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊന്നുമില്ല. ജനനം കൊണ്ട് ബ്രാഹ്മണൻ ശുദ്ധനായിരിക്കണം എന്നില്ല. ഉണ്ടോ? ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെ? ശൂദ്രർ മോശക്കാരനാണ്, തമോ ഗുണം കൂടിയതാണ്. ബ്രാഹ്മണൻ അങ്ങനെയല്ല, സാത്വികനാണ് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റൂല. ജനനം കൊണ്ട് അങ്ങനെ ആകണം എന്നില്ല. പക്ഷെ നമ്മൾ മനനം കൊണ്ട്, നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ സാത്വിക ഗുണമുള്ളവരായി തീരുകയാണ് വേണ്ടത്. നമ്മൾ തന്നെ എന്നും നമ്മളെ അസസ് ചെയ്ത് നോക്കുക. നമ്മളിൽ എന്ത് ഗുണമാണ് ഇന്ന് കൂടി നിന്നത്? സത്വഗുണമാണോ, തമോ ഗുണമാണോ, രജോ ഗുണമാണോ എന്ന് നമ്മൾ അസസ് ചെയ്ത് നോക്കുക. അപ്പം തമോ ഗുണമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് അത് സത്വഗുണത്തിലേക്ക്, രജോ ഗുണവും മാറ്റി സത്വഗുണത്തിലേക്ക് എത്തിക്കണം. അപ്പൊ ഇങ്ങനെ 4 ജാതികൾ 4 ജാതികൾ നമ്മളിങ്ങനെ ജാതി ഭ്രഷ്ട എന്നൊക്കെ പറയുന്നത് ജാതി ഭഗവാൻ ഉണ്ടാക്കിയതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? ഈ ജാതിയെ പറ്റിയാണ്. ഈ 4 ജാതിക്കാർക്ക് ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തമോ ഗുണം കുറവായിരിക്കും, രജോ ഗുണം മീഡിയം ലെവലിലായിരിക്കും, സത്വഗുണം ഏറിയിരിക്കും. ക്ഷത്രിയരോ അവർ യുദ്ധം ചെയ്യുന്നവരാണ് അല്ലെ, അവർക്ക് രജോ ഗുണം കൂടി നിൽക്കും, തമോ ഗുണം വളരെ കുറവായിരിക്കും, ഇടയ്ക്ക് രജോ ഗുണം. അങ്ങനെ വൈശ്യർ തമോ ഗുണം മീഡിയം ആയിട്ട് നിൽക്കും, തമോ ഗുണം ആദ്യം നിൽക്കും, രജോ ഗുണം താഴെ, പിന്നെ സാത്വികം കുറവായിരിക്കും. ശൂദ്രർ ഇതിൽ ഏറ്റവും താഴെ. ഒരു ഉദാഹരണം പോലെ പറഞ്ഞാല് ഇന്നിപ്പോ നമുക്ക് തൊഴിലാളികള്, മുതലാളികള്, രാഷ്ട്രീയക്കാര്, പിന്നെ ചിന്തകര്, ആ 4 ജാതി പോലെയാണ് നമുക്കിപ്പോ ഉള്ളത്. തൊഴിലാളികൾക്ക് മുതലാളിമാരെ പേടിയാണ്, മുതലാളിമാർക്ക് രാഷ്ട്രീയക്കാരെ പേടിയാണ്, രാഷ്ട്രീയക്കാർക്ക് ആരെയെ പേടി? ഇതെല്ലാം വിളിച്ചു പറയുന്ന സ്വാത്വിക ചിന്തകര്. അത് തന്നെ ഉള്ളൂ ഈ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്നും നമുക്ക് മാറാം. നമ്മൾക്ക് ഭഗവത്ഗീത പഠിക്കുന്ന നമ്മൾക്ക് ഭഗവാൻ ഇത്രയും 18 അധ്യായങ്ങളിലൂടെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. നമ്മളത് സാധ്യയനം ചെയ്ത് നമ്മളത് എന്ത് ചെയ്യണം? നമ്മളുടെ ഗുണങ്ങള് മാറ്റി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മളെ ഒരു തമോ ഗുണിയാണെങ്കിൽ രജോ ഗുണിയായിട്ടും, രജോ ഗുണിയാണെങ്കിൽ അതിലും മേലെയുള്ള സാത്വിക ഗുണമായിട്ട് വരണം എന്നാണ് പറയുന്നത്. മഹാജ്ഞാനികൾ മാത്രമാണ് സാത്വിക ഗുണം മാത്രമുള്ളവർ. നമ്മൾ എല്ലാവരും സമ്മിശ്രരായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. പിന്നെ പറയുന്നത് നമ്മളുടെ ഇന്നിപ്പോ വർണ്ണവിവേചനത്തിന്റെ കാര്യം തന്നെയാണ് കൂടുതലും പറയുന്നത്. യഥാർത്ഥ ബ്രാഹ്മണൻ സംസ്കാര സമ്പന്നനാകണം എന്ന് ഇല്ല. പക്ഷെ ഭഗവാൻ ഇവിടെ ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത് സാത്വിക ഗുണം മാത്രം ഉള്ള നല്ല ആൾക്കാരെ മാത്രമാണ് എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സാധന ചതുഷ്ടകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സാധന ചതുഷ്ടകം അതാണ് ശമോദമസ്തപ ശൗചം, അങ്ങനെ. അതായത് ശമം, ദമം, തപസ്, ശൗചം, ശാന്തി, ആർജവം. ഇത് ജ്ഞാനം, വിജ്ഞാനം, ആസ്തികം. ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് പറയാം. ശമം എന്ന് പറയുന്നത് ശമഗുണം, മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിൽക്കുന്നവരാണ് ശമോ ഗുണം. ശമം എന്ന് പറയുന്നത്. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരാണ് ദമം. ശമം, ദമം. തപസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വഴി ആന്തര വീര്യം അമിതമായിട്ട് കോൺഫിഡൻസ് ലഭിച്ചവരെയാണ് ഈ തപസ് എന്ന് പറയുന്നത്. ശൗചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ശുദ്ധി. ശൗചം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ശൗചം ചെയ്യാം, ശരീരത്തിനെയും ശൗചം ചെയ്യാം. എല്ലാം ശുദ്ധിയാക്കി വെക്കുക, മനസ്സും ശരീരവും. പിന്നെ ശാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമാശീലം. നമുക്ക് വളരെ ഏറ്റവും വേണ്ടതാണ് ക്ഷമാശീലം, ശാന്തി. ആർജവം എന്ന് പറഞ്ഞാല് അയാൾ ആർജവമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിമാൻ എന്നല്ല, അതിന്റെ അർത്ഥം ഒരു വക്രതയും ഇല്ലാത്ത ശുദ്ധനായ മനുഷ്യൻ എന്നാണ് ആർജവമുള്ള. പിന്നെ ഈ 6 എണ്ണവും, അതായത് ശമം, ദമം, തപസ്, ശൗചം, ശാന്തി, ആർജവം, ഇതെല്ലാം ബ്രാഹ്മണൻ ദിനചര്യ പോലെ പാലിക്കണം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ മീൻസ് നമ്മുടെ സാത്വിക ഗുണമുള്ള ആൾക്കാർ. അതിന്റെ കൂടെ പിന്നീട് വരുന്നതാണ് ജ്ഞാനം, വിജ്ഞാനം, ആസ്തികം. അതായത് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് അറിയുന്നതും, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന പരോക്ഷമായി നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളത് സാക്ഷാത്കരിക്കുന്നവരെയാണ് വിജ്ഞാനികൾ എന്ന് പറയുന്നത്. ആസ്തികം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം അനുഭവജ്ഞാനമുള്ളവർ. നമ്മളൊക്കെ
പറയാൻ മാത്രം അറിയാവുന്നവരായിരിക്കും. എന്നാൽ അനുഭവത്തിൽ കൂടി നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ നമ്മള് വൃദ്ധി ഉണ്ടാകുക എന്ന് പറയും. നമ്മൾ വൃദ്ധയായി, ഞാനൊരു വൃദ്ധയാണ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു പടുകിഴവിയായി എന്നുള്ളതല്ല. വൃദ്ധിയുള്ള ആൾ, ഒരുപാട് അറിവുള്ള ആൾ, ലോകം ഒരുപാട്, നമ്മൾ പറയില്ലേ നിന്നേക്കാൾ 10 ഞാൻ കൂടുതൽ ഉണ്ടിട്ടുണ്ടെന്ന് പറയില്ലേ. എന്നുവെച്ചാൽ കുറെ ചോറുണ്ടിട്ടുണ്ട്, കുറെ സദ്യ ഉണ്ടിട്ടുണ്ട്, കുറെ ഓണം ഉണ്ടിട്ടുണ്ടെന്നല്ല, അറിവ് കൂടുതലുള്ളത്, ജ്ഞാനം കൂടുതലുള്ളത്, വൃദ്ധി കൂടുതലുള്ളത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. 42 ശ്ലോകം വരെയല്ലേ. 42ാമത്തെ ശ്ലോകത്തിൽ അവസാനം പറയുന്നത് ഇത് തന്നെയാണ്. പഠിച്ചറിഞ്ഞതിലും ആചരിക്കുന്നതിലും വിശ്വാസമില്ലെങ്കിൽ ആ പഠിപ്പും ആചാരവും ഒന്നും, നമ്മൾ ഈ പഠിച്ചതൊന്നും പൂർണ്ണമാവില്ല. നമ്മളത് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് നിർത്തുന്നത്. ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക ബുദ്ധിയും ഒക്കെ വളർത്തി, ആത്മവിശ്വാസം വളർത്തി, നല്ല ഒരു ജനുസായി, നല്ല ഒരു മനുഷ്യനായി, നല്ല ഒരു ജന്മമുള്ളവരായി നമ്മൾ സാത്വിക ഗുണം ഏറ്റവും മുന്നിട്ട് നിർത്തി നമ്മൾ സമാധാനമായി സന്തോഷമായിട്ട് ക്ഷമയോടുകൂടിയും നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുക. അനുഭവത്തിലൂടെ നമ്മൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. ഇനിയും അടുത്ത 43ാമത്തെ ശ്ലോകത്തിൽ ക്ഷത്രിയ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹരിയോ ഹരിയോം അക്ക. സുനൈനക്ക, സുനൈനക്ക നന്ദി പറയട്ടെ. ഇന്നത്തെ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ധ്യാന ശ്ലോകം ചൊല്ലിയ സുനൈനക്ക, ചാൻഡിങ് റിവിഷൻ ചെയ്ത പങ്കജാക്ഷൻ അണ്ണൻ, രാജമ്മക്ക, ചാൻഡിങ് ഗൈഡൻസ് ചെയ്ത രമാക്ക, റിപ്പീറ്റേഷൻ ചാൻഡിങ് ചെയ്ത ലതാമോഹനക്ക, ഹരിദാസ് അണ്ണൻ, എക്സ്പ്ലനേഷൻ ചെയ്ത പ്രീജിതക്ക, രാധാമണിയക്ക, സുനിതക്ക, ബാക്കപ്പിലുണ്ടായ സരോജിനിയക്ക, എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സമിതിയിലെ മുഴുവൻ ഗുരുക്കന്മാർക്കും ഈ അവസരം ഒരുക്കിയ സമിതിക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഭഗവത്ഗീത പഠനം വളരെ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന സിന്ധു അക്കയ്ക്കും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന സുനൈന അക്കയ്ക്കും എല്ലാം നിയന്ത്രിച്ചു വരുന്ന ഗോപണ്ണനും എൻ്റെ പേരിലും സമിതിയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാം. കണ്ണുകൾ അടക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയിൽ വരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖവാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.